എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ മിഥുൻ. ഞാൻ കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിലെ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രഗ്നൻസിയുടെ രണ്ടാമത്തെ ട്രൈമസ്റ്റർ, അതായത് 3 മുതൽ 6 മാസം വരെയുള്ള സമയമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ ട്രൈമസ്റ്റർ, അതായത് 1 മുതൽ 3 മാസം വരെയുള്ള കാലഘട്ടം ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. കണ്ടതിന് ശേഷം ഇത് കാണുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഒന്നാമത്തെ മാസം എന്ന് പറഞ്ഞാൽ കുട്ടി ഇനിസിയേഷൻ സ്റ്റേജാണ്. കുട്ടി കൺസീവായി യൂട്രസിനകത്ത് അറ്റാച്ച് ചെയ്ത് അവിടെ നിന്ന് വളർന്ന സാഹചര്യം. ആ സാഹചര്യത്തിനിടയിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകാം. ട്യൂബിലായി പോകാം, ചിലപ്പോൾ അബോർഷനായി പോകേണ്ട സാധ്യത ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ സുരക്ഷിതമായൊരു ആ കാലഘട്ടം കഴിഞ്ഞ് സുരക്ഷിതമായൊരു സമയമാണ് രണ്ടാമത്തെ കാലഘട്ടം, അതായത് 3 മുതൽ 6 മാസം. ശരിക്കും പറഞ്ഞാൽ ഈ സമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സമയമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിക്കാം. കാരണം ഫസ്റ്റ് 3 മാസമുള്ള മനമുരട്ടിലും ഛർദ്ദിക്കാൻ തോന്നുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല, കുറവായിരിക്കും അധികം പേരിലും. അപ്പോൾ ഈ സമയത്ത് നല്ലോണം ആഹാരമൊക്കെ കഴിക്കാം, കുറച്ച് റിലാക്സ് ചെയ്യാം. പ്രഗ്നൻസി സ്റ്റേബിളായിട്ടിരിക്കുന്ന സ്റ്റെബിലൈസേഷൻ ഫേസാണ് ഈ രണ്ടാമത്തെ ട്രൈമസ്റ്റർ. കുട്ടി വളർന്നു തുടങ്ങുന്ന സമയമാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 50 ഗ്രാമിൽ ആണ് കുട്ടിയുടെ വളർച്ച നിൽക്കുന്നതെങ്കിൽ ഈ 3 മാസം കൊണ്ട് 50 മുതൽ 1 കിലോ വരെ കുട്ടി വളരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. നല്ലോണം ആഹാരം കഴിക്കുക, റിലാക്സ് ചെയ്യുക, അത്യാവശ്യം ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം, നടക്കാനും ചെറിയൊരു ജോലികളൊക്കെ ചെയ്യാം. ഒറ്റയടിക്ക് എക്സസൈസ് ചെയ്യരുതേ ഉള്ളൂ, പതുക്കെ കൂട്ടാം. ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കണ്ടീഷൻസ് അതിൽ ചെയ്യാൻ പാടില്ല. മറുള്ള താഴ്ന്നിരിക്കുന്ന ആൾക്കാരിൽ പ്ലാസൻ്റ പ്രീവിയ, പിന്നെ ഗർഭാശയ മുഖത്തിന് നീളം കുറേ ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ നേരത്തെ അബോർഷൻ സാധ്യതയുള്ള ആൾക്കാർ, ഹൃദയത്തിന് അസുഖമുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്കെല്ലാം എക്സസൈസ് ചെയ്യുന്നതിന് തടസ്സമില്ല. പിന്നെ കുട്ടി അനങ്ങുന്ന സമയമാണ്. കുട്ടിയുടെ അനക്കം ആദ്യമായിട്ട് കിട്ടുന്ന ഈ മാസത്തിലായിരിക്കും. 20 ആഴ്ചയാകുമ്പോൾ കറക്റ്റ് അനക്കം കിട്ടി തുടങ്ങുന്നത് കൂടുതൽ ആൾക്കാർക്ക്, അതായത് 5-ാം മാസത്തിൽ. കുട്ടി കേൾക്കാനും കണ്ണു തുറക്കാനും ഉള്ള സമയമാണ് ഈ 3 മുതൽ 6 മാസം വരെയുള്ള കാലഘട്ടം. അപ്പോൾ കുട്ടി എൻവയോൺമെൻറ്റുമായിട്ട് കൂടുതൽ അടുക്കുന്നൊരു സമയമാണ്, കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയമാണ്, കൂടുതൽ മനസ്സിലാക്കി വരുന്ന സമയമാണ് ഈ സമയം. അതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു കുട്ടിയുടെ ഗ്രോത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സമയമാണ്. ആദ്യത്തെ 3 മാസത്തിൽ കുട്ടിയുടെ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഈ മാസത്തിൽ കുട്ടിയുടെ ബാക്കി സെൻസസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിനോടൊപ്പം കുട്ടി വളരുകയും ചെയ്യും. അപ്പം ന്യൂട്രീഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മാസം ഉള്ള പോലെ ഇപ്രാവശ്യം ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. രക്തക്കുറവ് ഉണ്ടാകാൻ പാടില്ല. രക്തക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ പ്രസവിക്കാനും കുട്ടിക്ക് വളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അയണിൻ്റെ അളവ് എല്ലാ വർഷവും, ഹീമോഗ്ലോബിൻ്റെ അളവ് എല്ലാ വർഷവും നോക്കണം. ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഇത്രയും കാര്യങ്ങൾ നോക്കണം, നിർബന്ധമായിട്ട് നോക്കണം. ഓരോ മാസം ഒരിക്കലെങ്കിലും നോക്കണം. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ മാസം എല്ലാ പ്രഗ്നൻസിയുടെ എല്ലാ കാലഘട്ടത്തിലും ഉള്ള പോലെ തന്നെ മുതിർത്തിപ്പഴുപ്പ്, നടുവേദന, വെള്ളപ്പോക്ക്, എന്നീ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ പ്രാവശ്യവും. അത് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മരുന്ന് തരും. അത് മാറാൻ വലിയ പാടുള്ള അസുഖങ്ങളല്ല. നിങ്ങൾ സ്വയം ചികിത്സ എടുക്കാൻ പാടില്ല. കാരണം ഒന്നാമത്തെ ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസത്തിൽ സ്വയം ചികിത്സ എടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ അംഗവൈകല്യം വരെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് വേദന സംഹാരികളോ ആൻറ്റിബയോട്ടിക്കോ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കുട്ടിയുടെ അമ്മയ്ക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങൾ, പിന്നെ ഏർലി ഡെലിവറി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനും ഡോക്ടറിനെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് വേണം മരുന്ന് കഴിക്കാൻ പ്രഗ്നൻസി കാലഘട്ടം. പിന്നെ പാരസിറ്റമോൾ പോലത്തെ ഗുളിക കഴിക്കാം, വേദനയ്ക്കും പനിക്കൊക്കെ കഴിക്കാം. ലിവറിൻ്റെ അസുഖം ഇല്ലാത്ത ആൾക്കാർക്കോ ഇൻഫെക്ഷൻ ഹെപ്പറ്റൈറ്റിസ് ഇല്ലാത്ത ആൾക്കാർക്കും എല്ലാം അത് കഴിക്കും. പാരസിറ്റമോൾ കഴിക്കാം, അത് വലിയ പ്രശ്നമുള്ള ഗുളികയല്ല. പക്ഷേ അതിനും നമ്മൾ കരുതലെടുക്കണം. ചില അസുഖങ്ങളിൽ ലിവറിൻ്റെ ഇപ്പം ബിൽറൂബിൻ കൂടിയ ആൾക്കാർക്ക് അത് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കേണ്ടി വരും. അതെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സ്കാനാണ്. 20-ാം ആഴ്ചയിലൊരു സ്കാൻ, അതാണ് അനോമലി സ്കാൻ എന്ന് പറയും. ആ സ്കാൻ നമ്മൾ ഇപ്രാവശ്യമാണ് എടുക്കേണ്ടത്. അത് കുട്ടിയുടെ തല മുതൽ കാല് വരെയുള്ള മൊത്തം ഒരു സർവേയാണ്. ആ സർവേയിൽ ചിലപ്പോൾ അംഗവൈകല്യങ്ങൾ ചിലപ്പോൾ മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയ അംഗവൈകല്യങ്ങൾ, കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും ഈ സ്കാനിനകത്ത് നോക്കുന്നതാണ്. ആ മിസ്സായി പോകാനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ റെക്കോർഡ്സ് എല്ലാം കാണിക്കണം. ഡബിൾ മാർക്കർ ടെസ്റ്റ്, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം, രണ്ടിലേതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫസ്റ്റ് NT സ്കാന്, പിന്നെ ഫസ്റ്റ് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ മിസ്സായി പോകാതിരിക്കാനുള്ള കാര്യം ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത്. മിസ്സായി പോകുന്നതല്ല പറയുന്നത്, പക്ഷേ മിസ്സായി പോകാം ഒരുപക്ഷെ. അത് വരാതിരിക്കാൻ നമ്മൾ പ്രീവിയസ് എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് വ്യക്തമായി സംസാരിക്കുകയും പ്രഷർ, ഷുഗർ, ഹീമോഗ്ലോബിൻ്റെ അളവ്, തൈറോയ്ഡ്, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം, ടെസ്റ്റുകളും സ്കാനിൻ്റെ കാര്യം. അതായത് നമ്മൾ അംഗവൈകല്യത്തിൻ്റെ 5-ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹൃദയത്തിനുള്ളൊരു തടുപ്പുണ്ടാകാം,
കിഡ്നിയിൽ ചിലപ്പം ഒരു തടിപ്പുണ്ടാകാം, ബ്രെയിനകത്തൊരു സിസ്റ്റ് പോലെയൊക്കെ കാണാം. അതിൽ ചിലതൊക്കെ സോഫ്റ്റ് ടിഷ്യൂ മാർക്കേഴ്സ് എന്ന് പറയും, പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. ചിലത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പം ഹാർട്ടിലൊരു തടുപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ എക്കോ എടുത്ത് നോക്കേണ്ടി വരും. കുട്ടിയുടെ എക്കോ, ഫീറ്റൽ എക്കോ എന്ന് പറയും, അതെടുത്ത് നോക്കേണ്ടി വരും. അതിൽ ചിലപ്പോൾ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തടസ്സമില്ല. പിന്നെ കിഡ്നിയിൽ ചിലപ്പോൾ തടിപ്പുണ്ടാവും. 90% ആൾക്കാർക്ക് അത് ഡെലിവറി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകുന്ന സംഭവമല്ല കിഡ്നിയിലെ തടുപ്പ്. എന്നാലും നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡോക്ടറെ കാണിക്കണം. എപ്പോഴും ഹയർ അതോറിറ്റിയെ കാണിച്ച് നമ്മൾ കൺഫേം ചെയ്യുന്നതാണ് എപ്പോഴും ഡോക്ടറിനും പേഷ്യൻറ്റിനും കുട്ടിക്കും സേഫ്. അപ്പോൾ അതിലൊന്നും നമ്മൾ തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തെ കൺസൾട്ടേഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവരത് അതിനനുസരിച്ചുള്ള അഡ്വൈസ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഹയർ അതോറിറ്റി കാണിക്കാൻ പറയുമ്പോൾ നിങ്ങളത് വിഷമിക്കേണ്ട കാര്യമല്ല ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മാസം കഴിയുമ്പോൾ കുട്ടി അനക്കം കിട്ടുന്നുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഡോക്ടർ NST അല്ലെങ്കിൽ CTG എന്നൊരു കുട്ടിയുടെ അനക്കം നോക്കുന്ന ടെസ്റ്റ് ഡോക്ടർ ചെയ്യും. അത് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്. അതിനുശേഷം നിങ്ങൾ കഴിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള മരുന്നെന്ന് പറഞ്ഞാൽ അയൺ കാൽസ്യമാണ്. നമ്മൾ 14 ആഴ്ച, അതായത് 3 മാസം വരെ ഫോളിക് ആസിഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി കഴിക്കേണ്ടത് അയണും കാൽസ്യമാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് 10 മുതൽ 11 വരെ നമ്മൾ ഈ സമയത്ത് നിലനിർത്തണം. കാരണം കുട്ടിയുടെ വളർച്ചയ്ക്കും നേരത്തെ പ്രസവിക്കാതിരിക്കാനും അമ്മയുടെ ആരോഗ്യത്തിനും ഹീമോഗ്ലോബിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്തുക. നമുക്കിപ്പം ഗുളികയായിട്ട് കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്ന ആളാണെങ്കിൽ ഇഞ്ചക്ഷൻ ഓപ്ഷനുണ്ട്. ഇഞ്ചക്ഷനും കൊണ്ടും അത് കൂടുന്നില്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം അടയ്ക്കുന്ന ചികിത്സയുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കേണ്ട. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ ഉള്ളത് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ബ്ലീഡിങ് വരാം, ചിലപ്പോൾ നേരത്തെ പെയിൻ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ബ്ലീഡിങ് ആണെങ്കിൽ മറുപുള്ള താന്നിരിക്കുന്ന അവസ്ഥയിൽ ബ്ലീഡിങ് വരാം. അബോർഷൻ ആവാനുള്ള സമയത്ത് ബ്ലീഡിങ് വരാം. വെള്ളം പോകാനുള്ള സാധ്യതയുണ്ട്. എയർലി പ്രീ ടൈം പെയിൻ എന്ന് പറയും. നേരത്തെ മാസം തികയാതെ വേദന വരുന്ന അവസ്ഥ ഈ സമയത്തും വരാം. ഈ സമയത്ത് വരുമ്പോൾ അപകടം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടിക്ക് സ്വന്തമായി നിലനിൽപ്പില്ല. 28 ആഴ്ചയിലും കഴിഞ്ഞാൽ മാത്രമേ ആവറേജ് ഹോസ്പിറ്റലിൽ കുട്ടിയെ ശരി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ വേദന വരുമ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള ചികിത്സകൾ, പിന്നെ മെഡിക്കൽ ചികിത്സയുണ്ട്. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ഉണ്ട്, പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കണ്ടീഷൻ വരാം, ഗർഭാശയ മുഖത്തിന് നീളം കുറവ് വന്നു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് അബോർഷനായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് വേദനയായിട്ടായിരിക്കും നമ്മൾ ആദ്യം കാണുന്നത്. നടുവേദനയായിട്ടായിരിക്കും അല്ലെങ്കിൽ അടിവയറ്റിൽ വേദനയായിരിക്കട്ടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊരു തുന്നലുണ്ട്, സർവീക്സ് ഗർഭാശയ മുഖത്തിന് തുന്നലിടുന്നതാണ്. ആ തുന്നലിട്ട് കഴിഞ്ഞാൽ എയർലി ഡെലിവറി ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ സമയത്ത് ഡെലിവറി കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അടുത്ത ലാസ്റ്റ് 3 മാസത്തിലാണെങ്കിൽ പിന്നെയും നമുക്ക് കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഇഞ്ചക്ഷൻ ഉണ്ട്, ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗർഭാശയത്തിന് നീളം കുറഞ്ഞിട്ട് അബോർഷനായി പോകാനുള്ള സാധ്യതയ്ക്ക് തുന്നലിടുന്ന ഒരു ചികിത്സയുണ്ട്. ആ ചികിത്സ ഇട്ട് കഴിഞ്ഞാൽ അവസാനത്തെ മാസങ്ങളിലായിരിക്കും ആ തുന്നൽ മാറ്റുന്നത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ കുട്ടിക്ക് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആർട്ടിഫിഷ്യലി. അപ്പോൾ ആ കാര്യങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യണം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, മറുപുള്ള താഴ്ന്നു പോകുന്ന അവസ്ഥ. പിന്നെ അബ്രപ്ഷൻ എന്ന് പറയും, പെട്ടെന്ന് മറുപുള്ള യൂട്രസിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയാണ്. അത് കുട്ടിക്കും അമ്മയ്ക്കും ഹാനികരമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അബോർഷനായി പോകേണ്ട തുടക്കത്തിൻ്റെ സൈനും ആവാം ബ്ലീഡിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 3 മുതൽ 6 മാസം വരെ. ഒരു ക്രിട്ടിക്കൽ ടൈമാണ്, പക്ഷേ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. കുട്ടിയെ സംബന്ധിച്ചൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഗ്രോത്തും പിന്നെ ആ സെൻസസും ഒക്കെ വർക്ക് ചെയ്യുന്ന തുടങ്ങുന്ന സമയമാണ്. എന്നാൽ അമ്മയ്ക്ക് അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കാനും റെസ്റ്റ് എടുക്കാനും റിലാക്സ് ചെയ്യാനും കിട്ടുന്നൊരു സാഹചര്യം കൂടെയാണ് ഈ മാസങ്ങൾ. അപ്പോൾ അത് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യണം. കൃത്യമായി സ്കാൻ ചെയ്യണം, 5 മാസം സ്കാൻ ചെയ്യണം. അതിൽ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റണം. ഹയർ അതോറിറ്റിയെ കാണിക്കുന്നെങ്കിൽ, ഹയർ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ അമാന്തിക്കാതെ പോയി കാണിക്കണം. ബ്ലഡ് ഹീമോഗ്ലോബിൻ കൃത്യമായിട്ട് നോക്കണം. അത് കുറവാണെങ്കിൽ അത് ചികിത്സിക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുക ഈ സമയത്താണ്. 24 മുതൽ 27 ആഴ്ച വരെയാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ആഹാരത്തിന് മുമ്പ് ഒരു സാമ്പിൾ എടുക്കും. പിന്നെ 75 ഗ്രാം ഷുഗർ കുടിച്ചതിന് ശേഷം, ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു സാമ്പിൾ എടുക്കും. അങ്ങനെ 2 സാമ്പിൾ വെച്ചിട്ട് ഷുഗർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബാക്കി കുട്ടിയുടെ അനക്കം നോക്കുന്ന NST മെഷീൻ അനക്കം നോക്കുന്നതായിരിക്കും. അയൺ കാൽസ്യം കൃത്യമായിട്ട് കഴിക്കുക. ചുമ, പനി പോലത്തെ സാഹചര്യങ്ങൾ വരാം. അതിന് ആൻറ്റിബയോട്ടിക്കും ചിലപ്പോൾ ആൻറ്റിവൈറലും കഴിക്കേണ്ടി വരും. ഫ്ലൂർ പോലത്തെ ഗുളികൾ കഴിക്കേണ്ടി വരും. അത് ഡോക്ടറെ കാണിച്ച് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ കാലഘട്ടം നമ്മൾ വ്യക്തമായിട്ട് ഒരു പ്ലാനോടെ മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളില്ലാതെ അടുത്ത സ്റ്റേജിലേക്ക് എത്താം. ആ സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജ്. അതിനി അടുത്ത വീട്ടിൽ പറയുന്നതായിരിക്കും. എന്നെ കേട്ട എല്ലാവർക്കും
എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.